പോലീസ് എന്തോ ഇവരുടെ അമ്മോഷന്റെ കമ്പനിയാണ് എന്നുള്ള നിലയ്ക്ക് എന്റെ വീട്ടുകാരുടെ കമ്പനിയിൽ നിങ്ങളാരാ തൊടാൻ എന്നുള്ള നിലയ്ക്കാണ് പോലീസ് ഞങ്ങളെ സമീപിക്കുന്നത്. അവിടെ സമരം തുടങ്ങുന്ന മുറയ്ക്ക് തന്നെ പോലീസ് ഞങ്ങളെ ആക്രമിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴാണ് ആ സമരത്തിലേക്ക് ഞങ്ങൾ കൂടുതൽ അഗ്രസീവായി വരേണ്ടി വന്നത്. ഞാന് സമരം കഴിഞ്ഞ് സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു സമരം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ പുറത്തേട്ട് ഇന്നിപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് സോളിഡാരിറ്റിയുടെ ഒരു പരിപാടിക്ക് വന്നതാണ്. ആ പരിപാടിക്ക് പോകാൻ വേണ്ടി കാറിൽ കയറാൻ നേരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് വലിയ സിനിമാ സ്റ്റൈലിൽ തന്നെ ഞാനങ്ങ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ബലം പ്രയോഗിച്ച് കയറ്റി ഞങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വരുമ്പോൾ തന്നെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പെരുമാറാൻ ശ്രമിച്ചത്. ഞങ്ങളുടെയൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള TP അസ്താഫ്, ഈ അസ്താഫിനെ നേരെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മോശമായി പെരുമാറാൻ ശ്രമിച്ചു. ഞങ്ങൾ അകത്ത് വെച്ച് അതിൽ പ്രതിഷേധം നടത്തി. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ജാമ്യം എടുത്ത് ഞങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഇതൊരു സൂചനാ സമരമാണ്. കാരണം ഇന്ന് മലപ്പുറത്ത് മാത്രമല്ല, കാസർഗോഡ് ഉണ്ടായി, ഇത് തൃശ്ശൂർ ഉണ്ടായി. അപ്പോൾ ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ഈ സമരം വ്യാപിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇതിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്നുണ്ടായത്.